ജിഎസ്ടിക്ക് പിന്നാലെ വരുമാനം കുറഞ്ഞത് നികത്താൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ബിജെപി ഇതര സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ. അടുത്ത ജിഎസ്ടി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യണമെന്നും ആവശ്യം. ജിഎസ്ടി നികുതി ഏകീകരണത്തിൽ ഡൽഹിയിൽ ചേർന്ന യോഗത്തിന് ശേഷം മന്ത്രിമാർ സംയുക്ത പ്രസ്താവന ഇറക്കി. സംസ്ഥാനങ്ങളുടെ വരുമാനം സംരക്ഷിക്കണമെന്നും നികുതി ഇളവ് ഉപഭോക്താവിന് ലഭ്യമാകുമെന്ന് ഉറപ്പിക്കണമെന്നും മന്ത്രിമാർ ആവശ്യപ്പെട്ടു. Of the loss of revenue likely to arise from this rate rationalization proposal. Various private institutions and public institutions and experts have estimated that the revenue loss will be in the range of 85,000 crores to 2.5 lakh crores. I repeat, losses are likely to be in the range of 85,000 crores going up to 2.5 lakh crores. Reasonable estimates one may deduct from this would be somewhere between 1.5 lakh to 2 lakh crores would be the likely revenue loss from this rate rationalization. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, ഇന്നത്തെ യോഗത്തിന് ശേഷം എന്തൊക്കെ തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്? അടുത്ത മാസം നടക്കുന്ന GST കൗൺസിൽ യോഗത്തിന് മുന്നോടിയായാണ് BJP ഇതര സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ യോഗം ചേർന്നത്. പ്രധാനമായും GST പരിഷ്കരണം സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിച്ച് വേണമെന്നതാണ് മന്ത്രിമാരുടെ ആവശ്യം. ഇതുകൂടാതെ നികുതി ഇളവിന്റെ ഗുണം ഉപഭോക്താവിന് ലഭിക്കണമെന്ന് ഉറപ്പാക്കണമെന്നും ഒരു സംയുക്ത പ്രസ്താവന BJP ഇതര സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ പുറത്തിറക്കിയിട്ട് പ്രധാനമായും അടുത്ത മാസം കൂടി GSTയിൽ ഒരു പരിഷ്കരണം ഉണ്ടാകുമെന്നതാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. പക്ഷേ മുൻപ് ഇപ്പോൾ GST നടപ്പിലാക്കിയതോടുകൂടി സംസ്ഥാനങ്ങളുടെ വരുമാനം കുറയുകയാണ് ചെയ്തത്. 2016 സ്ഥിതിയിലേക്ക് ഇതുവരെ സംസ്ഥാനങ്ങൾ എത്തിയിട്ടില്ല. അപ്പോൾ ഈ നികുതി പരിഷ്കരണത്തിലൂടെ ഉണ്ടാകുന്ന നഷ്ടം എങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ പൂർണ്ണമായും പരിഹരിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ ധനമന്ത്രിമാർ ചൂണ്ടിക്കാണിക്കുന്നത്. 8,500 കോടി മുതൽ 2 ലക്ഷം രൂപ വരെ 2 ലക്ഷം കോടി രൂപ വരെ നഷ്ടമുണ്ടാകുമെന്നതാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ നഷ്ടത്തിന്റെ 71% സംസ്ഥാനങ്ങൾ പേരേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുകയും സംസ്ഥാനത്തിന്റെ മുകളിൽ ഇത്തരം ഒരു സമ്മർദ്ദം ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ സമ്മർദ്ദം ഉണ്ടാക്കേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ധനമന്ത്രിമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളം, തമിഴ്നാട്, പഞ്ചാബ്, കർണാടക, തെലങ്കാന, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ധനമന്ത്രിമാരാണ് ഇന്ന് ചേർന്ന യോഗത്തിൽ പങ്കെടുത്തത്. അടുത്ത മാസം നടക്കുന്ന GST കൗൺസിൽ യോഗത്തിലും ഇക്കാര്യം മന്ത്രിമാർ വ്യക്തമാവും. കൃത്യമായ ചർച്ചകൾ നടത്തി കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് ധനമന്ത്രിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരിയാണ്. അമൃത.